മോദിക്കും സംഘികൾക്കും തീരാ തലവേദനയായി മാറിയിരിക്കുകയാണ് എക്സ്. മോദിയും അവരുടെ മറ്റ് വിവരമില്ലാത്ത സംഘി നേതാക്കളും പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റുകൾക്കടിയിൽ ഈ പറയുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞ് ഡയറക്റ്റായി കമ്മ്യൂണിറ്റി നോട്ടുകൾ സ്ഥിരമായി വരിക എന്ന് പറഞ്ഞാൽ എത്ര വലിയ നാണക്കേടാണ് ഇവർ ഫേസ് ചെയ്യുന്നത് എന്ന് ഓർക്കണം. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി മോദിയും മറ്റ് സംഘികളും പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾക്കടിയിൽ കമ്മ്യൂണിറ്റി നോട്ടുകളുടെ തീരാ പ്രഹരമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ചില പോസ്റ്റുകൾ നമുക്ക് കാണുകയും അവലോകനം ചെയ്യുകയും ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കമ്മ്യൂണിറ്റി നോട്ടുകൾ വളരെ എഫക്റ്റീവാണ്. കാരണം ആ പോസ്റ്റുകളുടെ നേരെ അടിയിൽ ഏറ്റവും മുകളിലായാണ് കമ്മ്യൂണിറ്റി നോട്ടുകൾ എല്ലാവർക്കും കാണുന്നതിന് വേണ്ടി കിടക്കുന്നത്. അതുവഴി ഇത്തരം പോസ്റ്റുകൾ കാണുന്നവർക്ക് കമ്മ്യൂണിറ്റി നോട്ടുകൾ വായിച്ച് ഇത് എത്രത്തോളം ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണ് എന്ന് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാം. കമ്മ്യൂണിറ്റി നോട്ടുകൾ പോസ്റ്റ് ചെയ്യുന്നത് എക്സിലെ യൂസർമാരാണ്. ഏതെങ്കിലും പോസ്റ്റിന് അടിയിൽ ഒരാൾ ഒരു കമ്മ്യൂണിറ്റി നോട്ട് ആഡ് ചെയ്താൽ എത്ര പേർ അത് ശരിയാണ് എന്ന് തംസ് അപ്പ് ചെയ്യുന്നുണ്ട് എന്നനുസരിച്ചാണ് ആ കമ്മ്യൂണിറ്റി നോട്ട് കാണിക്കണമോ വേണ്ടയോ എന്ന് എക്സിന്റെ അൽഗോരിതം തീരുമാനിക്കുന്നത്. അതായത് വളരെയധികം പേർ ആ കമ്മ്യൂണിറ്റി നോട്ടിൽ പറഞ്ഞിരിക്കുന്നത് ശരിയാണ് എന്ന് സമ്മതിച്ചാൽ ഒറിജിനൽ പോസ്റ്റിന്റെ നേരെ അടിയിൽ എല്ലാ കമന്റുകൾക്കും മുൻപിലായി കമ്മ്യൂണിറ്റി നോട്ടുകൾ കിടക്കും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മോദിയും BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളും എന്തിനേറെ പറയുന്നു, രാജ്യത്തിന്റെ പ്രസിഡന്റ് വരെ പോസ്റ്റ് ചെയ്ത പോസ്റ്റുകൾക്കടിയിൽ അത് തെറ്റാണ് എന്ന് പറഞ്ഞ് കമ്മ്യൂണിറ്റി നോട്ട് വരിക എന്ന് പറഞ്ഞാൽ ഊഹിക്കാമല്ലോ. കഴിഞ്ഞ ദിവസം മോദി ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് പ്രസംഗിച്ചതിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്ത് എഴുതിയത് ഇങ്ങനെയാണ്: വരുംകാല തലമുറകളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനു വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ വർത്തമാനകാലം സമർപ്പിക്കുകയാണ്. അതിന്റെ അടിയിൽ ഒന്നല്ല പല കമ്മ്യൂണിറ്റി നോട്ടുകളാണ് വന്നത്. അതിലൊന്നാണ് ഇത്. ഈ ഗവൺമെന്റ് സാമൂഹിക നീതിയുടെ പേരിൽ നടപ്പിലാക്കിയ എല്ലാ പോളിസികളും ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14ന്റെ ലംഘനമാണ്. അധികാരത്തിൽ തുടരുന്നതിനു വേണ്ടി മാത്രമാണ് ഇത്തരം പോളിസികൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയല്ല, മറിച്ച് അധികാരം സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ഗവൺമെന്റ് ഉണ്ടാക്കിയ എല്ലാ പോളിസികളും എന്ന്. അതുമാത്രവുമല്ല, ഇതൊക്കെ ഭരണഘടനാ വിരുദ്ധവും ആണെന്നാണ് ഈ കമ്മ്യൂണിറ്റി പോസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് തന്നെ ലഭിച്ച മറ്റൊരു കമ്മ്യൂണിറ്റി പോസ്റ്റാണ് ഇത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ജനറൽ ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികളുടെ ഭാവി നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മോദി UGC നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. പുതിയ നിയന്ത്രണങ്ങൾ അതിക്രൂരമായതാണ്. ആരാണ് ഇതിന് ഇരയാവുന്നത് എന്ന് ഓൾറെഡി തീരുമാനിച്ചിരിക്കുകയാണ്. ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളാണ് ഈ ക്രൂരതയ്ക്ക് ഇരയാവുന്നത്. സ്വന്തം വർത്തമാനകാലം രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ഭാവി ശോഭനമാക്കുന്നതിന് വേണ്ടി സമർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞതിനാണ് ഇത്തരത്തിൽ ബ്രൂട്ടലായ കമ്മ്യൂണിറ്റി നോട്ടുകൾ ലഭിക്കുന്നത്. ആളുകളെ വെറുതെ പറഞ്ഞു പറ്റിക്കുകയാണ്, അധികാരത്തിൽ തുടരുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ്. BJPയിലെ ഏറ്റവും പഞ്ഞവാദിയായ MP ആരാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: നിഷികാന്ത് ദുബെ. ഇയാൾ മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വൃത്തികെട്ട നിന്ദ്യമായ യാതൊരു വ്യക്തിത്വവും ഇല്ലാത്ത ആളാണ്. BJPയിലുള്ള ബഹുഭൂരിപക്ഷവും ഇങ്ങനെയാണെങ്കിലും ഇയാളുടെ ഇത്ര തരംതാണ ഒരു മനുഷ്യൻ ലോകത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഇയാൾ കഴിഞ്ഞ ദിവസം ഇന്ത്യ TVയുടെ ഒരു ഇന്റർവ്യൂവിൽ തുറന്നു പറയുകയാണ് മോദിയെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല എന്ന്. മോദി എല്ലാ ചോദ്യങ്ങൾക്കും അതീതനാണ് എന്ന്. ഓർക്കണം, രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയോട് ആർക്കും ചോദ്യം ചോദിക്കാൻ അവകാശമില്ല എന്ന് ഇയാൾ പരസ്യമായി പറയുക എന്ന് വെച്ചാൽ എത്ര വൃത്തികെട്ട ജീവിയാണ് ഇത് എന്ന് ചിന്തിച്ചു നോക്കണം. മോദി ദൈവമാണ്, നോൺ ബയോളജിക്കലാണ്. അതിനാൽ മോദിയോട് ചോദ്യം ചോദിക്കാൻ ആർക്കും അവകാശമില്ല എന്നാണ് അയാളുടെ ഭാഷ്യം. ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് അയാൾ എക്സിൽ പോസ്റ്റ് ചെയ്തതാണ് ഇത്. ചോദ്യങ്ങൾക്ക് അതീതനായി ഒരേ ഒരാളേ ഉള്ളൂ, അത് നരേന്ദ്രമോദിയാണ് എന്ന്. അതിന്റെ നേരെ അടിയിൽ ഉടനെ തന്നെ കമ്മ്യൂണിറ്റി നോട്ട് വന്നു. ഒരു രാജ്യത്തും പ്രധാനമന്ത്രി ചോദ്യങ്ങൾക്ക് അതീതനാവാൻ സാധിക്കില്ല. ഏകാധിപത്യത്തിലാണ് ചോദ്യങ്ങൾ ചോദിക്കാൻ അനുവദിക്കാത്തത്. പാദസേവയുടെ പുതിയ സ്റ്റാൻഡേർഡ് രചിക്കുകയാണ് ഈ മനുഷ്യൻ. മോദിയുടെ അമേദ്യം നക്കി നക്കി ഇയാളുടെ ബുദ്ധി നശിച്ചു പോയിരിക്കുകയാണ്. എത്ര കഠിനമായ കമ്മ്യൂണിറ്റി നോട്ടാണ് ഇതിന് ലഭിച്ചത് എന്ന് കണ്ടോ. ഇയാളുടെ സ്വഭാവത്തിന് ചേർന്ന കമ്മ്യൂണിറ്റി നോട്ട് തന്നെയാണ് ഇതിന് ലഭിച്ചിരിക്കുന്നത്. ഒന്നിലധികം കമ്മ്യൂണിറ്റി നോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. ഇതിന് ലഭിച്ച രണ്ടാമത്തെ കമ്മ്യൂണിറ്റി നോട്ടാണ് ആദ്യം കാണുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് ഒരാളും
അത് പ്രധാനമന്ത്രിയായാൽ പോലും ആയിക്കൊള്ളട്ടെ, ചോദ്യത്തിന് നിയമത്തിന് അതീതരല്ല. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 ഉറപ്പാക്കുന്നത് എക്സിക്യൂട്ടീവ് ജനങ്ങളോട് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് എന്നാണ്. അതുപോലെ ഇതിന് ലഭിച്ച മനോഹരമായ ഒരു കമന്റ് കാണേണ്ടതാണ്. കേശു എന്ന് പറഞ്ഞ യൂസർ കമന്റ് ചെയ്തത്, മോദി ചോദ്യങ്ങൾക്ക് അതീതനാണ്, അല്ലെങ്കിൽ മുകളിലാണ്, പക്ഷേ ട്രംപിന്റെ കീഴെയാണ്. 100% ശരിയായതും അർത്ഥവത്തായതുമാണ് ഇത്. മോദി സ്വയം വിചാരിക്കുന്നത്, മോദിയുടെ സംഘികളെല്ലാം വിചാരിക്കുന്നത് പോലെ മോദി ചോദ്യങ്ങൾക്ക് മുകളിലാണ് എന്നാണ്. എന്നാൽ വാസ്തവത്തിൽ മോദി ട്രംപിന്റെ കീഴിലാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇതിന് ലഭിച്ച മൂന്നാമത്തെ കമ്മ്യൂണിറ്റി നോട്ടാണ് ഇത്. മോദിയുടെ പാദസേവ ചെയ്ത് പരിപൂർണ അന്ധനായി തീർന്നതിനാൽ ഇയാൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല ഏതൊരു ജനാധിപത്യ രാജ്യത്തും പ്രധാനമന്ത്രിയോട് ചോദ്യം ചോദിക്കുകയും ഉത്തരം ആവശ്യപ്പെടുകയും ചെയ്യുന്നത് ജനങ്ങളുടെ അധികാരമാണ് എന്നുള്ളത്. എന്തെങ്കിലും നല്ല സ്ഥാനം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചായിരിക്കും ഇയാൾ പാദസേവയുടെ പുതിയ അധ്യായങ്ങൾ രചിക്കുന്നത് എന്ന്. ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ UGC റെഗുലേഷനുകളെ കുറിച്ച് ഒരു വീഡിയോ പങ്കുവച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്തു. സമൂഹത്തിലെ ഒരു വിഭാഗങ്ങൾക്കെതിരെയും മോദി ഗവൺമെന്റ് ഡിസ്ക്രിമിനേഷൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞു. അതിന്റെ അടിയിൽ ലഭിച്ച കമ്മ്യൂണിറ്റി നോട്ട് ഇങ്ങനെയാണ്: വിദ്യാഭ്യാസ മന്ത്രി യാതൊരു നാണവുമില്ലാതെ ഇവിടെ നുണ പറയുകയാണ്. ഭരണഘടന ഓരോ വ്യക്തികൾക്കും സുരക്ഷ ഉറപ്പു നൽകുന്നു. പക്ഷേ പുതിയ UGC നിയമങ്ങൾ ജനറൽ കാറ്റഗറിയിൽ ഉള്ളവരെ വലിയ ബുദ്ധിമുട്ടിൽ ആക്കുമെന്ന്. നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ കുറെ പോസ്റ്റുകൾക്ക് തുടർച്ചയായി കമ്മ്യൂണിറ്റി നോട്ടുകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നരേന്ദ്രമോദിയുടെ 4 പോസ്റ്റുകൾ കണ്ടോ? ഇതിന് 4നും കമ്മ്യൂണിറ്റി നോട്ടുകൾ ലഭിച്ചു എന്ന് പറഞ്ഞാൽ എത്ര വലിയ തലവേദനയാണ് ഇത് ഇവർക്ക് ഉണ്ടാക്കുന്നത് എന്ന് ഊഹിക്കാമല്ലോ. എന്തിനേറെ പറയുന്നു, രാജ്യത്തിന്റെ പ്രസിഡന്റ് പോസ്റ്റ് ചെയ്ത പോസ്റ്റിന് വരെ കമ്മ്യൂണിറ്റി നോട്ടുകൾ ലഭിക്കുക എന്ന അവസ്ഥയിലാണ് മോദി രാജ്യത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. മോദി വരും തലമുറകളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനു വേണ്ടി പണിയെടുക്കുകയാണ് എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ പ്രസിഡന്റ് പോസ്റ്റ് ചെയ്തു. രാജ്യത്തെ പിന്നോക്ക വിഭാഗങ്ങളുടെയും ഒക്കെ ക്ഷേമത്തിനു വേണ്ടി അതികഠിനമായി പ്രവർത്തിക്കുകയാണ് എന്ന് പറഞ്ഞു. അതിന്റെ അടിയിൽ ലഭിച്ചിരിക്കുന്ന കമ്മ്യൂണിറ്റി നോട്ട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്ത്യയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ദളിതരെയും പിന്നോക്ക വിഭാഗക്കാരെയും ആദിവാസികളെയും മാത്രം സെർവ് ചെയ്യുക എന്നുള്ളതല്ല നിങ്ങളുടെ ഉത്തരവാദിത്തം, മറിച്ച് രാജ്യത്തെ എല്ലാ ആളുകൾക്കും വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതുപോലെ അമിത്ഷാ പോസ്റ്റ് ചെയ്ത വിവിധ വീഡിയോകളുടെ കീഴിലും സ്ഥിരമായി കമ്മ്യൂണിറ്റി നോട്ടുകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മറ്റൊരു വീഡിയോയിൽ കാണിക്കാം. കമ്മ്യൂണിറ്റി നോട്ടുകൾ കൊണ്ട് സംഖ്യകൾക്ക് സ്ഥിരമായി കള്ളത്തരം പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ജീവിക്കാൻ മേലാത്ത അവസ്ഥയായി എന്ന് വേണം പറയാൻ. ഇത് ഒരു പുതിയ ട്രെൻഡായി മാറിയിരിക്കുകയാണ്. ഇത്തരം പോസ്റ്റുകളുടെ അടിയിൽ കമന്റ് ഇടുന്നതിന് പകരം കമ്മ്യൂണിറ്റി നോട്ട് ഇടുക എന്നുള്ളത്. അതുവഴി ഈ പോസ്റ്റുകൾ കാണുന്ന ഉടനെ തന്നെ ഇതേക്കുറിച്ച് ആളുകളുടെ അഭിപ്രായം എന്താണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കുകയും ചെയ്യാൻ സാധിക്കും. ഇതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. രാജ്യത്തെ വിദ്യാഭ്യാസമുള്ളവരുടെ ഇടയിൽ മാത്രം ഇലക്ഷൻ നടത്തിയാൽ മോദിക്കും കൂട്ടർക്കും 15% വോട്ടുകൾ പോലും ലഭിക്കുകയില്ല എന്ന്. സ്വന്തമായി സെലക്ഷൻ കമ്മീഷൻ ഉള്ളതിനാലും തലച്ചോറിന്റെ സ്ഥാനത്ത് ചാണകമുള്ള മന്ദഭക്തർ ഉള്ളതിനാലും അധികാരത്തിൽ കടിഞ്ഞു തൂങ്ങിക്കിടക്കാൻ ഇവർക്ക് കഴിയുന്നു എന്ന് മാത്രം.